ഉദ്ദേശിക്കുന്നത് ഈ പാഠ്യേതര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്കൂള് അവർക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഒരു ആഘോഷ പരിപാടി കൂടിയാണ് ഈ ഓണ ആഘോഷ പരിപാടി ഇട്ടത്. അതിപ്പോൾ ഫലത്തിൽ സ്കൂള് നേതൃത്വം കൊടുക്കുകയും ഒപ്പം നാട് അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ഓണത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാൻ പാടില്ല. ആ കുട്ടികൾക്ക് ഇതിലൂടെ ഇപ്പം നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇപ്പം നാടിൻ്റെ ഒരു പരിപാടിയായിട്ട് മാറ്റാൻ സാധിച്ചത്. ഏതാണ്ട് 42-ലധികം കലാകാരന്മാർ വെളിയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് വിവിധ രൂപങ്ങളിൽ. അതിൽ പകൽക്കാഴ്ച എന്ന് പറയുന്നൊരു പരിപാടി ആ മേഖലയിൽ നല്ല നമ്മുടെ ഈ മേഖലയിലെ ആദ്യത്തെ സംഭവമായിരിക്കും. അതുപോലെ കൊട്ടക്കാവടി സാറിന് കാണാറുണ്ടല്ലോ പകൽക്കാഴ്ച 24 കലാകാരന്മാർ ഒന്നിച്ച് കൂടി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടി മിക്കവാറും ഈ മേഖലയിൽ ആദ്യത്തെ സംഭവം. അതുപോലെ 42 കലാരൂപങ്ങൾ വെളിയിൽ നിന്നുണ്ട്. ഒപ്പം സ്കൂളിലെ 100-ലധികം കലാപരിപാടികൾ ഇതിൽ അണിനിരക്കുന്നുണ്ട്. ഇങ്ങനെയാണ് 3000-ഓളം ആൾക്കാർ കുറയാത്ത ഘോഷയാത്രയായിട്ട് ഇത് മാറുന്നത്. എല്ലാവർക്കും ഓണസദ്യ സ്കൂളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 3000 പേർക്ക് ഉള്ള ഓണസദ്യയാണ് എല്ലാ വിഭവങ്ങളോടും കൂടി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർ, തൊഴിലാളി സംഘടനകൾ, സാംസ്കാരിക പ്രവർത്തകർ, ക്ലബ്ബ് ഭാരവാഹികൾ, അങ്ങനെയുള്ള എല്ലാ തുറയിലുമുള്ള ആളുകളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇത് കല്ലറ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് ഈ ഓണാഘോഷ പരിപാടി ഇവിടെ നടത്തപ്പെടുന്നത്. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിൻ്റെ അത്തഘോഷയാത്രയുടെ മാതൃകയിലാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിത് 5-ാം വർഷവും തുടരുകയാണ്. ഇതിനുള്ള ചെലവുകളും എല്ലാം വഹിക്കുന്നത് ആ നാട്ടിലെ ഉദാരമനസ്കരായിട്ടുള്ള ആളുകളാണ്. എല്ലാവരുടെയും പിന്തുണയോടും എല്ലാവരുടെയും പ്രോത്സാഹനത്തോടും കൂടിയാണ് ഈ പരിപാടി ഓരോ വർഷവും കൂടുതൽ ഭംഗിയായിട്ട് നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്.